നമ്മുടെ ലൈഫിലെടുക്കുന്ന ഓരോ ചെറിയ ചെറിയ തീരുമാനങ്ങളും നമ്മുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നു പറയില്ലേ. അതേപോലെ നമ്മുടെ ലൈഫിലെടുക്കുന്ന ഓരോ തീരുമാനത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ നിൽക്കാനും ചില ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരാളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നെതർലാൻഡ്സിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ള തീരുമാനം എടുത്തതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ അവരുടെ വീട്ടിൽ പോയി അവരുടെ കുട്ടികളും വൈഫും എല്ലാവരെയും കണ്ടു. ഞങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട് ഓഫീസ് പാർട്ടിയിലൊക്കെ. പക്ഷേ അവർ വീട്ടിലേക്ക് കുറേ നാളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഏട്ടൻ്റെ ലീവും എല്ലാം നോക്കിയിട്ട് പോകണമല്ലോ. അപ്പം അങ്ങനെ നീട്ടി പോയി ഒരു വർഷം എടുത്തു ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ബെൽജിയം വരെ എത്തിയതല്ലേ, അപ്പോൾ പിന്നെ ബെൽജിയത്തിലുള്ള 1-2 സ്ഥലങ്ങളെങ്കിലും കണ്ടിട്ട് കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടുത്തെ ഉള്ളൊരു ഗെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പാലസ് കാണാൻ പോവുകയാണ്. ഈ യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് എനിക്ക് തോന്നാറ്. എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസം കണ്ടു മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്നറിയില്ല. എനിക്ക് എവിടെ വന്നാലും ഇത് നെതർലാൻഡ്സ് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നെതർലാൻഡ്സിലെ ബിൽഡിങ്സ് എല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ടാവും. പ്ലസ് അതെല്ലാം ഒരു ഇഷ്ടിക കളറിലൊരു റെഡിഷ് കളറിലുള്ള ബിൽഡിങ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. എസ്പെഷ്യലി ഒരുപാട് പഴയ ബിൽഡിങ്സ് എല്ലാം അങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ അത് വ്യത്യാസമായിട്ടുണ്ട്. എനിവേസ് ഞങ്ങൾ പാർക്കിംഗ് ടിക്കറ്റ് എടുത്തു. ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബാക്കി സ്ഥലം നടന്ന് കറങ്ങാൻ പ്ലാൻ ചെയ്യാണ്. കൂടുതൽ നമ്മൾ കാറ് പാർക്ക് ചെയ്യുമ്പം സിറ്റീസിലൊക്കെ ആണെങ്കിൽ €5 €7 ഒക്കെയാണ് പെർ അവർ വരുന്നത് പാർക്കിംഗ് ചാർജ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും സിറ്റീസ് കറങ്ങാൻ വേണ്ടിയിട്ട് സൈക്കിൾ എടുത്ത് കറങ്ങുന്നത്. അപ്പോൾ ഒത്തിരി നടക്കണ്ട, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണ്ട, പിന്നെ ഇതേപോലെ കാറ് പാർക്ക് ചെയ്ത് കഷ്ടപ്പെടണ്ട. അത് മാത്രമല്ല കൂടുതലും ചില ഏരിയാസിലൊക്കെ കാർ അലോ ചെയ്യില്ല ചില റോഡിലൊക്കെ. അപ്പോൾ കാർ എടുത്തിട്ട് പോയാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒത്തിരി നടക്കേണ്ടിയൊക്കെ വരും. കൂടുതലും റോഡൊക്കെ കാണിക്കുന്ന വീഡിയോസിൽ ഒത്തിരി സൈക്കിൾ കാണുന്നില്ലേ. ഇവിടെ സൈക്ലേഴ്സിനാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ സൈക്ലിംഗ് അത്രയ്ക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെതർലാൻഡ്സിലാണെങ്കിലും പറയും സൈക്ലേഴ്സാണ് ഇവിടുത്തെ കിങ് എന്നും. സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് റോഡ് ഉണ്ടാകും. മെജോറിറ്റിയും സൈക്കിൾ എടുത്തിട്ടായിരിക്കും ലോക്കലിലൊക്കെ കറങ്ങുന്നത്. എല്ലാവർക്കും വീട്ടിൽ കാർ ഉണ്ടെങ്കിൽ കൂടി കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നത് സൈക്കിളിൽ കറങ്ങാനായിരിക്കും. അതായിരിക്കും അവർക്ക് ഈസി. പിന്നെ അവർ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാവും. ഒരു 3-4 വയസ്സൊക്കെ ഉള്ള കുട്ടികളിൽ കുഞ്ഞു സൈക്കിളിൽ അവരിങ്ങനെ ബാലൻസ് ചെയ്യാൻ പഠിച്ചാണ് എവിടെയെങ്കിലും കടയിൽ പോകുമ്പോഴും വാക്കിങ് പോകുമ്പോഴും ആ പാരൻസ് കൂടെ നടക്കും. അവർ സൈക്കിളിങ്ങനെ നമ്മുടെ നാട്ടിലിങ്ങനെ കാല് വെച്ച് തുഴഞ്ഞ് ഓടിക്കില്ല. അതേപോലെ ചെറിയ കുട്ടികൾ ആ ഒരു പ്രായത്തിൽ തൊട്ടേ അവർ സൈക്ലിംഗ് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടന്നു. ബിക്കോസ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഏരിയയിൽ കാർ അലോ ചെയ്യില്ല. അപ്പോൾ ഒത്തിരി നടന്നു അന്നത്തെ ദിവസം. വെൽക്കം ടു നെതർലാൻഡ്സിലെ ഒരു മലയാളി കപ്പ്. ഞങ്ങൾ ഇന്നുള്ളത് ബെൽജിയത്തിലാണ്. ഞങ്ങളിവിടെ ഒരു കാസിൽ കാണാൻ പോവാണ്. ഒരു 2 days ട്രിപ്പാണ്. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേറെ പ്ലാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു. പിന്നെ നടന്ന് കറങ്ങി കാണുന്നതിന് ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. ഒത്തിരി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ ടയർഡൊക്കെ ആവും. പക്ഷേ ആ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ മെല്ലെ നടന്ന് അവിടെ ചുറ്റിൽ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ മെല്ലെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് അവിടേക്കുള്ള എൻട്രി പാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര മണി തൊട്ട് നമ്മൾക്ക് കയറാൻ പറ്റും അതൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെല്ലെ നടന്ന് കറങ്ങി അവിടെ എത്തി. എനിക്കിവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടത് നമ്മളുടെ അപ്പപ്പോൾ പാസ് ചെയ്ത് പോകുന്ന ട്രാമാണ്. ഒത്തിരി ട്രാം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എനിക്കത് കാണുമ്പോൾ എന്തോ മറ്റേ മദ്രാസി പട്ടണം മൂവിയിലൊക്കെ ഇങ്ങനെ കാണിക്കില്ലേ ട്രാം പോകുന്നത്, ആ സീൻസൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. എസ്പെഷ്യലി ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ കുറച്ച് പഴയ ആർക്കിടെക്ചറൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ട്രാം ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം അത് പോകുന്നത് കാണാനേ ഭയങ്കര ഭംഗിയാണ്. ആംസ്റ്റർഡാമിലും ട്രാം ഉണ്ട്, പക്ഷേ
നോക്കുക, അത് പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. ഞാൻ ഓരോ ട്രാം പാസ് ചെയ്ത് പോകുമ്പോഴേ ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏട്ടൻ എന്താ നിനക്ക് ട്രാമിൽ നിനക്ക് കയറണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വെളിയിൽ നിന്ന് കാണുമ്പോഴാണ് അതിങ്ങനെ കാണുന്ന ആ ഒരു ഭംഗി നമ്മൾ കാണുള്ളൂ. അകത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ട്രെയിനിലും ബസ്സിലും ഒക്കെ പോകുന്ന അതേ കാഴ്ചയല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. ആംസ്റ്റർഡാമിലും ട്രാം കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് അവിടെ വീഡിയോ കിട്ടില്ല. ബിക്കോസ് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, ആൾക്കാർ അങ്ങനെ ഇങ്ങനെയും പോയിക്കൊണ്ടേയിരിക്കുന്ന ആ തിരക്ക്. എനിക്ക് ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടമല്ല. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കും നമ്മൾ ബാക്കിയുള്ളവർക്ക് ശല്യമാകുമോ എന്നൊരു തോട്ടും എനിക്ക് വരും. ഒരുപാട് ആൾക്കാർ തിരക്ക് പിടിച്ച് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റിയാണല്ലോ ആംസ്റ്റർഡാം. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിയും ഇവിടെ കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്ര ആൾക്കാരില്ല, തിരക്കില്ല, റോഡൊക്കെ ഭയങ്കര എംപ്റ്റി ആയിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറില്ല എവിടെയെങ്കിലും പോകുമ്പോൾ ഒത്തിരി പ്ലാൻ ചെയ്യാണ്ട് പോകണം. അപ്പോൾ നമുക്ക് ചിലപ്പം ചില ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് വിട്ടുപോകുന്ന ചില കാര്യങ്ങളായിരിക്കും ഒത്തിരി പ്ലാൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നില്ലായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ കുട്ടി കാഴ്ചകൾ, ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ നടന്ന് എന്താ പറയുക, പ്രത്യേകിച്ച് ടൈം ടേബിളൊന്നും വെക്കാണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊന്നും വലിയ പ്ലാനൊന്നുമില്ല. ഓക്കെ, പാലസ് എത്തണം, അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്നും കാണാനോ അങ്ങനത്തെ പ്ലാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടോ അത് ഭംഗിയായിട്ട് തോന്നുമ്പോൾ ഓക്കെ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം അങ്ങനെ വിചാരിച്ച് അങ്ങനെയാണ് അവിടെ വരെ എത്തിയത്. യൂഷ്വലി നമ്മളൊരു ടൈം ടേബിളൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ 10 മണിക്ക് ഇവിടെ പോകുന്നു, 11 മണിക്ക് അവിടെ പോകുന്നു, 12 മണിക്ക് ഇവിടെ, പിന്നെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സ്ഥലങ്ങൾ ഒരു ദിവസം കവർ ചെയ്യുന്ന പോലെയൊക്കെ പ്ലാൻ ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മൊത്തം ടെൻഷനായിരിക്കും. അയ്യോ ഇത്ര മണിക്ക് അവിടെ എത്തണം, ഇല്ലെങ്കിൽ അത് ക്ലോസ് ആയി പോകും. പിന്നെ അതിനൊരാളിരുന്നിട്ട് വാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സാവും. അങ്ങനെ ഫുൾ ഒരു ദിവസത്തിൽ ഒരുപാട് സ്ഥലം കവർ ചെയ്യാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് പോകുന്ന ഒരു സ്ഥലം പോലും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞങ്ങൾ ഒരുപാട് ട്രിപ്പ് പോകുമ്പം നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് പ്ലാൻ ചെയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ആ സമയം ശരിക്കും എൻജോയ് ചെയ്തിട്ട് വരും. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് പോയിട്ടുള്ള മിക്കവാറും എല്ലാ ട്രിപ്പുകളും തിരിച്ചു വരുമ്പോഴത്തേക്ക് അടിച്ച് പിരിഞ്ഞ് വരാറാണ് പതിവ്. ബിക്കോസ് പാതി വഴിയിൽ എന്തെങ്കിലും കാര്യത്തിൽ ടൈം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു ഡിസ്കഷൻ വരും, അതിൻ്റെ പേരിൽ ഒരു അടി വരും. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ മറ്റേ കടന്നിൽ കുത്തിയ പോലെ ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിരിക്കും. ബിക്കോസ് ആ ഏരിയ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ സ്ഥലത്ത് ഒത്തിരി സമയം നിന്നു എന്ന് പറയാം. കുറേ നേരം ആ കനാൽ നോക്കിയിരുന്നു. ആ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നിന്നാൽ സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെ ഇരുന്ന് കുറേ നേരം അവിടെ നോക്കി നിന്നു, കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഒരുപാട് ഇന്ത്യൻസും ഉണ്ടായിരുന്നു അവിടെ. ആംസ്റ്റർഡാമിലൊക്കെ കാണുന്ന പോലെ കനാൽ ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിനി കുറച്ച് ദൂരെ പാലസിലേക്കുള്ളൂ. നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് ഒത്തിരി സമയം നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ആവശ്യത്തിലധികം സമയം അവിടെ ചിലവഴിച്ചു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഇനി നമ്മൾ തിരിച്ചും യാത്ര തുടരാമെന്ന് വിചാരിച്ചു. വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ആൻഡ് ഫൈനലി ഞങ്ങൾ പാലസിൻ്റെ അടുത്തെത്തി. അത് ഞാൻ പറയാതെ എനിക്ക് ആ പേര് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാസൽ ഓഫ് ദ ടൗൺ. ആക്ച്വലി ഞങ്ങൾ ആ കാസലിൻ്റെ അടുത്തെത്തിയപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു കനാൽ പോലെ ഉണ്ടായിരുന്നു. അവിടെയും ഭയങ്കരമായ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി അപ്പുറത്തെ കനാലിൻ്റെ അടുത്തുനിന്ന് ഒത്തിരി എടുത്തിട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാൻ ഏട്ടനെയൊക്കെ മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ അധികം ഓവറാക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ പോയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അകത്ത് കയറി നോക്കിയപ്പോൾ ടിക്കറ്റിനുള്ള ക്യൂ ഭയങ്കര നീണ്ടതായിരുന്നു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു.